മിനിറ്റ് കൊണ്ട് നമ്മുടെ ബിഹൈൻഡ് മൂവ്മെന്റ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം നമുക്ക് വേഗം പഠിച്ചാലോ. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ പല ഓർഗാനിസത്തില് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. പക്ഷെ ഇത് പഠിക്കാൻ എളുപ്പത്തിന് വെച്ചത് ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടേബിൾ വെച്ചത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വേഗം പഠിച്ചോളാം. നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ ഫ്ലജല്ലം അല്ലെ, ബാക്ടീരിയക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്ലജല്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമീബയിലാണെങ്കിൽ അമീബയിൽ നമ്മൾ കാണുന്നത് സ്യൂഡോ പൊടിയുമാണ്. കപടപാദങ്ങൾ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫുഡിനെ അബ്സോർവ് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും. പിന്നെ പാരമീസിയത്തിലാണെങ്കിൽ നമുക്ക് സീലിയ, ഹൈഡ്രയിലാണെങ്കിൽ നമുക്ക് ടെന്റിക്കിൾ ആണ് കാണുന്നത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫിഷ് ആണ്, മത്സ്യമാണെങ്കിലോ അതിന് ഫിന്നും ടെയിലുമാണുള്ളത്, ചിറകും വാലുമാണുള്ളത്. ഫ്രോഗ് ആണെങ്കിൽ തവളയ്ക്ക് ലിംസ്, കൈ കാലുകളൊക്കെ വെച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ബേർഡ്സിന് എന്തുണ്ട്, ചിറകുണ്ട് പറക്കാനായിട്ട്. വെയിൽസിനാണെങ്കിലോ ഫിന്നും ടെയിലും തന്നെയാണുള്ളത്. നമ്മൾ തുഴയും അതുപോലെ വാലുമാണ് തിമിംഗലത്തിന് പറയുന്നത്. അത് കൂടാതെ എർത്ത് വർം, മണ്ണിരയിലാണെങ്കിൽ സീറ്റ എന്ന് പറയും. അതുപോലെ കോക്രോച്ച് ആണെങ്കിൽ അവർക്ക് ചിറകും ഉണ്ട് കൈയും കാലും ഉണ്ട്. പിന്നെ ലിസാർഡിന് ലിംസ് ആണുള്ളത്, പല്ലിക്ക് കൈ കാലുകളാണുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ യുഗ്ലീനൊക്കെ എന്താണ് അവരുടെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഓർഗൻ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളായിട്ട് വീണ്ടും മിസ് വരാം. ബൈ.